നമ്മൾ കാണുന്ന സ്ഥലത്തെ പോലത്തെ അട്ടപ്പാടിയിലേക്കുള്ളൊരു യാത്രയുടെ വിവരണങ്ങളാട്ടോ ഈ എപ്പിസോഡിൽ. ചെറിയൊരു യാത്രയാണ്. ഒരു കാറിൽ അട്ടപ്പാടിയുടെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് പോയിട്ടുള്ളൊരു യാത്രയാണോ. ഈ കാണുന്ന പോലത്തെ വലിയൊരു ചുരമൊക്കെയാണ് കയറി പോകുന്നത്. ചുരം കയറി പോകുന്നുണ്ടാകുന്ന കുറേ കാഴ്ചകളും കാടുകളും, അതുപോലെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുറേ മലനിരപ്പുകളും അവിടുത്തെ കോടമഞ്ഞും മഴയും അങ്ങനെയുള്ള കുറേ വിശേഷങ്ങളാണോ ഈ ചെറിയൊരു വീഡിയോയിലുള്ള. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അട്ടപ്പാടി ചുരത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു അടിപൊളി പെയിൻറ്റിങ് വർക്കാണോ. എന്താണ് അട്ടപ്പാടി എന്നുള്ളതിനൊക്കെ കുറച്ചും കൂടെയൊക്കെ കാണിച്ചു തരുന്ന രീതിയിലുള്ള നല്ലൊരു പെയിൻറ്റിങ് വർക്കാണ് നമ്മൾ കണ്ടുതരുന്നത്. നമ്മൾ ശരിക്കും ഒരു വെൽക്കം ഫീലിംഗ് തന്നെ നമുക്കുണ്ടാവും. ഇപ്പോൾ പോയപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു, നല്ല വെള്ളമൊക്കെ അങ്ങനെ കുത്തി ഒഴുകുന്ന ഒരു സമയമായിരുന്നു. എങ്കിലും നമ്മൾ നല്ല രീതിയിലൊക്കെ ആസ്വദിച്ചിട്ടാണ് പോയത്. ഇതുപോലത്തെയുള്ള കർവുകളിലൂടെയാണ് നമ്മുടെ ചുരത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്. കുറച്ച് കാട്, റിസർവ്ഡ് ഫോറസ്റ്റിലൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു യാത്ര തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഭവം. നല്ല പച്ചപ്പാണ്, നല്ല ശാന്തതയാണ്, അങ്ങനെ പോകുന്ന ഒരു സംഭവം. അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വഴിയൊക്കെ കേട്ടോ. 4-4.5 മണിക്കൂറോളാണ് നമുക്ക് യാത്രയോടെ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന നല്ല വ്യൂ പോയിന്റുകളാണ് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും നിലനിൽക്കുക. കാണുന്നൊരു വലിയൊരു മലയിലേക്കാണ് നമ്മൾ നോക്കുക. അങ്ങനെ ഈ യാത്രയിൽ നമ്മൾ കുറേയധികം തമാശകളൊക്കെ പറഞ്ഞ് ഒരു ചെറിയൊരു ചാറ്റൽ മഴയിലൊക്കെ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പോകുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണാനോ അല്ലെങ്കിൽ വലിയ ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ പോയ യാത്രകളിൽ കണ്ട സ്ഥലങ്ങളും പച്ചപ്പും മലകളും മഴയും കോടയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കാം. അത്തരത്തിലുള്ളൊരു നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലം. പാലക്കാടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അട്ടപ്പാടിയെ കുറിച്ച് പറയുമ്പോൾ ആദിവാസികളുടെ ഒരു താലൂക്കുള്ളൊരു ഏക താലൂക്കും കൂടെയാണ് ഇത്. ഒരു ഡ്രൈവ് പോകാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം. ഒരു നല്ലൊരു പുഴയുണ്ട് അവിടെ, കുറേ മലനിരകളുണ്ട്, കുറേയധികം ഫിലിംസിനൊക്കെ ലൊക്കേഷനായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അയ്യപ്പനും കുരിശിയൊക്കെ ഷൂട്ട് ചെയ്തതാണ് അവിടെ ഏറ്റവും നല്ല ലൊക്കേഷൻ എന്ന് പറയാൻ പറ്റും. ഇതൊരു ചെറിയൊരു സ്പോട്ടിൽ നമ്മൾ വണ്ടി നിർത്തുകയാണ്. അവിടെ ഇടുന്ന കാറൊക്കെ എടുത്ത് ഒന്ന് ഡ്രൈവ് ചെയ്യാമെന്നൊക്കെ രീതിയിൽ പിന്നെ നമ്മൾ യാത്രകൾ തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. ആ യാത്രയിൽ കാണുന്ന കുറേയധികം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലെപ്പോഴും നിലകൊള്ളുക. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭവാനി പുഴയായിട്ടോ നമ്മൾ കാണുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു പുഴയായിട്ട് നമുക്ക് തോന്നി. നല്ല രസമാണ്. അതിൻ്റെ കൂടെ കുറേ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ കുറേ മലനിരകളൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അവിടെ നിന്ന് കാണാനും സാധിക്കും. ഇത് ശരിക്കും ഒരു റിസർവ്ഡ് ഫോറസ്റ്റും കൂടെ ആട്ടോ. നമുക്ക് കിടക്കാനൊക്കെ ആയിട്ട് കുറച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല. വെറുതെ അവിടുത്തെ സൈറ്റ് സീയിങ് കണ്ട് മനോഹരമായിട്ട് തിരിച്ചു വന്നു. ഇത് ശരിക്കും ഒരു സ്കൈ വ്യൂ ആണ്. നല്ല രസമായിട്ട് കാണാവുന്ന അട്ടപ്പാടിയുടെ ഒരു പ്രകൃതി ഭംഗി, മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷം, നല്ല വായു, അതൊക്കെ നമുക്ക് കണ്ടാസ്വദിച്ച് തിരിച്ചു വരാവുന്നതാണ്. നമ്മുടെ കാറിന് കിട്ടിയിട്ട് ഒരു മനോഹരമായിട്ടുള്ളൊരു ഷോട്ട്, അല്ല ഒരു പിറകിൽ നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു മരം, അങ്ങനെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഷെയർ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. താങ്ക് യു.